പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിയുടെയും നാമത്തിൽ ആമേൻ. ഞാനൊരു പ്രെയർ റിക്വസ്റ്റോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ മിസ്റ്റർ പോൾ മുംബൈയിൽ പെട്ടെന്ന് ഹൃദയാഘാതം മൂലം 63-ാം വയസ്സിൽ അന്തരിച്ചു. പോളിന് വേണ്ടിയും പോളിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും പോളിൻ്റെ കുടുംബത്തിന് ഈ പെട്ടെന്നേറ്റ ഈ ദുഃഖത്തിനെ നേരിടാൻ വേണ്ട ധൈര്യത്തിനുമായി കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളും എന്നോടൊപ്പം പ്രാർത്ഥിക്കണം. യേശുവേ, പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ പാപങ്ങളും പൊറുക്കണമേ. പോളിൻ്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. അങ്ങയോടൊപ്പം, അങ്ങയോട് ചേർന്ന്, അങ്ങയെ ആരാധിച്ചുകൊണ്ട് സ്വർഗത്തിലായിരിക്കുവാൻ വേണ്ട കൃപ പോളിന് നൽകി അനുഗ്രഹിക്കണമേ. പോളിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെയൊക്കെ ജീവിതം എത്ര നശ്വരമാണ്. ഇത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നു, അല്ലേ? അതുപോലെ ഓരോരുത്തർ മരണപ്പെടുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അയാളോട് കുറച്ചും കൂടെ ഇടപഴകിയിരുന്നെങ്കിൽ, കുറച്ചും കൂടി സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ജീവിച്ചിരുന്നപ്പോൾ കുറച്ചും കൂടെ അധികം സമയം അവരുമായി ചെലവഴിച്ചിരുന്നെങ്കിൽ. എല്ലാവരും ഒരു ഫോൺ കോൾ എവേ ആണ്. എന്നാലും നമ്മൾ വിളിക്കുന്നില്ല. എല്ലാം നാളെ നാളെ എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടുകയാണ്. നമ്മുടെ ദൈവത്തിങ്കിലേക്കുള്ള തിരിയലും നമ്മുടെ മാനസാന്തരവും എല്ലാം ഇപ്രകാരം തന്നെ നമ്മൾ നാളെ നാളെ എന്ന് കരുതി നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നു. ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഈ ലോകം നശ്വരമാണെന്നറിയുവാനും അനശ്വരതയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാൻ സൽപ്രവൃത്തികൾ ചെയ്ത് തിന്മയെ വർജിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ യേശു ജനസഞ്ചയത്തെ പിരിച്ചുവിടുന്നു. യേശു വളരെയധികം ക്ഷീണിതനായിരിക്കണം. എന്നിരുന്നാലും യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു കയറി മറുകരയ്ക്ക് പോകാൻ. തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഏകാന്തതയിലായിരുന്നു. ഒന്നുകിൽ കടൽ തീരത്തിൽ, അല്ലെങ്കിൽ മലമുകളിൽ, അല്ലെങ്കിൽ വിശാലമായ തോട്ടങ്ങളിൽ. ഏകാന്ത പ്രാർത്ഥനയ്ക്ക് വലിയ സ്ഥാനം ക്രിസ്തു കൊടുത്തിരുന്നു.
എല്ലാ അത്ഭുത പ്രവൃത്തികൾക്ക് മുൻപായിട്ടും ക്രിസ്തു ധ്യാനിക്കുന്നു. അപ്പം ഇവിടെ ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറ്റി മറുകരയ്ക്ക് വിടുന്നു. ഇടയ്ക്ക് വെച്ച് കാറ്റും കോളും വരുന്നു. അത് കഴിഞ്ഞ് ക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നത് ശിഷ്യന്മാർ കാണുന്നു. അപ്പോൾ അത് ഭൂതമാണെന്ന് പറഞ്ഞ് ഇവർ പേടിക്കുന്നു. അപ്പോൾ അത് ക്രിസ്തുവാണെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് പറയുന്നു, ഞാനും വെള്ളത്തിൻ്റെ മീതെ നടന്ന് നിൻ്റെ അടുത്തേക്ക് വരട്ടെ. ക്രിസ്തു പറയുന്നു, ഓക്കെ, നീ വരിക, നിനക്കത് സാധിക്കും എന്ന് ക്രിസ്തു പത്രോസിനെ എൻകറേജ് ചെയ്യുന്നു. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. ക്രിസ്തുവിലേക്ക് നോക്കി വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധ ക്രിസ്തുവിൽ നിന്ന് മാറി കാറ്റും കോളിലേക്കും തിരിയുന്നു. അവൻ മുങ്ങിത്താഴുന്നു. ക്രിസ്തു അവനെ, അബ പിതാവേ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിക്കുന്നു. ക്രിസ്തു അവനെ കരയ്ക്ക് പിടിച്ച് കയറ്റുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വന്ന് ഈ വഞ്ചിയിൽ കയറുന്നു. മറ്റ് ശിഷ്യന്മാരോട് ഒത്ത് അവർ വഞ്ചിയിൽ കയറുന്നു. അപ്പോൾ കാറ്റും കോളും ശമിക്കുന്നു. അപ്പോൾ വഞ്ചി നമ്മുടെ ജീവിത നൗക, അത് കാറ്റിലും കോളിലും വെച്ച് ക്രിസ്തു ഇല്ലെങ്കിൽ അതിന് ഭയങ്കര ഉലച്ചിലായിരിക്കും. ക്രിസ്തു വന്ന് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ശാന്തത നമുക്ക് അനുഭവപ്പെടും. ഇതിനകത്ത് എനിക്ക് ഏറ്റവും എന്നെ ആകർഷിക്കുന്നത്, അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. നമ്മുടെയൊക്കെ ഏകാന്ത പ്രാർത്ഥനകൾ എപ്രകാരമുള്ളതാണ്? വെറുതെ പ്രാർത്ഥനകൾ ഉരുവിടലാണോ? ഏകാന്ത പ്രാർത്ഥന തന്നെ നടക്കുന്നുണ്ടോ? ഞാനിപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനകത്ത് ഫ്രാൻസിസ് അസീസി ഏകാന്ത പ്രാർത്ഥനയുടെ ആളായിരുന്നു. ഏകാന്ത പ്രാർത്ഥനയിൽ മണിക്കൂറുകളോളം വരുന്ന ഏകാന്ത പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവുമായി ആശയവിനിമയം നടത്തുന്ന ആളായിരുന്നു. എപ്പോഴും ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് സ്വന്തം തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് വിങ്ങിപ്പൊട്ടുമായിരുന്നു. അനുദിനം ഞാൻ ഏറ്റവും വലിയ പാപി, എൻ്റെ പാപങ്ങൾ മൂലമാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, ഞങ്ങളെ വീണ്ടെടുക്കാൻ എന്ന വിലാപം, വിങ്ങിപ്പൊട്ടിയുള്ള വിലാപം അനുദിനം. അപ്പോൾ ഇപ്രകാരം തീഷ്ണതയോടെ നമ്മുടെ ഏകാന്ത പ്രാർത്ഥനകൾ ഉയരട്ടെ. അപ്പം അതിനകത്ത് രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. സ്ഥലത്തെ ഒരു ധനാഢ്യൻ, ഒരു പ്രഭു വിശുദ്ധ ഫ്രാൻസിസിനെ വിളിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസിൻ്റെ ഭൂതകാലം അത്ര പരിശുദ്ധമൊന്നുമല്ല. അപ്പം ഇവനിത് ശുദ്ധ തട്ടിപ്പാണോ, ഇവൻ അടുത്ത വേഷം കെട്ടാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിശുദ്ധ ഫ്രാൻസിസിനെ അയാളുടെ ഗസ്റ്റായിട്ട് വിളിക്കുന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാൻ സമയമായി. അപ്പോൾ ഇയാൾ ഫ്രാൻസിസിനോട് പറയുന്നത്, എൻ്റെ റൂമിൽ തന്നെ കിടക്കാം. അപ്പോൾ ഇയാളുടെ ഉദ്ദേശം ഫ്രാൻസിസ് പ്രാർത്ഥിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഫ്രാൻസിസിനാണെങ്കിൽ പ്രാർത്ഥന ആരെയും കാണിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഫ്രാൻസിസ് കയറി കിടന്നു. എന്നിട്ട് ഇയാൾ ഉറങ്ങിയോ എന്ന് നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ഉറക്കം നടിച്ചപ്പോൾ ഫ്രാൻസിസ് മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ച് ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളെയും തിരുരക്തത്തെയും ഒക്കെ ഓർത്ത് ധ്യാനിച്ച് സൈലൻ്റായിട്ട് തുടങ്ങിയ പ്രാർത്ഥന
വലിയ സംഭാഷണ രൂപേണ വിങ്ങിപ്പൊട്ടലുകളും കരച്ചിലുകളും ഞരക്കങ്ങളുമൊക്കെയായി മാറും. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഏകാന്ത പ്രാർത്ഥന. ഇത് ധനാഢ്യൻ കാണുന്നു. അപ്പം അത്രയും രഹസ്യമായിട്ടാണ് അവൻ്റെ പ്രാർത്ഥനകൾ. അപ്പം നമുക്കും ഈ ഇത്യാദി നല്ല കാര്യങ്ങൾ വിശുദ്ധരിൽ നിന്ന് പഠിക്കാം. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്, ക്രിസ്തു അനുയായികളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ രീതികളും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഏകാന്ത പ്രാർത്ഥനകളെ നമുക്ക് നവീകരിക്കാം. ഏകാന്ത പ്രാർത്ഥനകളെ നമുക്ക് കൂടുതൽ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനോടുള്ള അതീവ സ്നേഹത്തിലൂന്നിയ ഏകാന്ത പ്രാർത്ഥനകൾ നമുക്ക് അതിനുള്ള വരം നമുക്ക് ലഭിക്കുമാറാകട്ടെ. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. പ്രൈസ് യു, അഡോർ യു, വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ്. ഹാലലുയ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. എൻ്റെ മരിച്ചുപോയ ഫസ്റ്റ് കസിൻ പോളിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.